ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത്. കോളിഫ്ലവർ 65. അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം. സോസൊന്നും ചേർക്കാതെ നോർമലായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാം, സോസ് ചേർത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ സോസ് ചേർത്തതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതിൽ കുറച്ചൊരു മസാലയൊക്കെ വരുമ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സോസ് ഇല്ലാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കേർഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്താൽ മതി കേട്ടോ. ഏതാണ്ട് ഒരു 300-310 ഗ്രാം ഉണ്ടായിരുന്നു ഞാനതിൻ്റെ അളവ് നോക്കിയപ്പോൾ. ഇതിങ്ങനെ വലിയ ഫ്ലോററ്റ്സ് ആയിട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനീഗർ കൂടി ഒഴിക്കുക. അങ്ങനെയാവുമ്പോൾ അതിലത്തെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ, അതിന് ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് വരും. നേരെ മറിച്ച് നമ്മൾ ചൂടുള്ള വെള്ളത്തിലിടുമ്പോൾ അത് ചത്തിട്ട് അതിൽ തന്നെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ഇതിലിട്ടിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതിലൊന്ന് ഇട്ട് വയ്ക്കുക, 2-3 മിനിറ്റ്. എന്നിട്ട് അത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇനി ഈ വെള്ളം കളയുക. അതിൻ്റെ ശേഷം പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് മിക്സ് ചെയ്തിട്ട് അതിൽ ഈ കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പെസ്റ്റിസൈഡ്സൊക്കെ പോയി കിട്ടും. അങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്ത കോളിഫ്ലവർ ആണ് കേട്ടോ അത്. അല്ലാതെ സോഡയൊന്നും ചേർത്ത് കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് ഒന്നും പോവില്ല, പ്രത്യേകിച്ച് കോളിഫ്ലവറിലൊക്കെ. ഇനി ഇത് ചെറിയ ചെറിയ പൂവുകളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. ഏറ്റവും നൈസാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇതിൻ്റെ ആ തണ്ടോട് കൂടി മുറിച്ചെടുക്കണം. തണ്ട് മുറിച്ച് മാറ്റാൻ പാടില്ല, അങ്ങനെയാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ചെറിയ ചെറിയ പൂവുകളായിട്ട് ഇത് മുറിച്ചെടുക്കുമ്പോൾ അത് വറുത്തെടുക്കാനും എളുപ്പമാണ്. മസാല നന്നായിട്ട് പിടിക്കും, നല്ല മുരിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെരുവത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂണിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ അരിഞ്ഞു വെച്ച ഈ കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, നേരെ ഇത് കോളിഫ്ലവർ ഇതിലേക്ക് ഇടുക. എന്നിട്ടൊരു 4-5 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വേവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ അരിപ്പയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മാരിനേഷൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിട്ട് എരിവുള്ള മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അത് കുറവ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ സോസ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്തു. പിന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. സോയാ സോസ് കുറച്ച് കുറവ് ചേർത്താൽ മതി, 1.5 ടീസ്പൂൺ മതി. ബാക്കി രണ്ടും 2 ടീസ്പൂൺ വീതം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. വിനീഗറിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 കപ്പ് കോൺഫ്ലോർ, രണ്ടും 1/2 കപ്പ് വീതമാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ട് കോൺഫ്ലോർ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ. ഇത് ഞാൻ കടലമാവ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കണം. ലൂസ് ആവാൻ പാടില്ല, അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് കോട്ടാവില്ല. അപ്പോൾ ഞാനിത് കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അങ്ങനെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടായിരിക്കണം
കൂടുതൽ ലൂസായാലും കൂടുതൽ ഇങ്ങനെ കട്ടിക്കായാലും അത് ഈ കോളിഫ്ലവറിൻ്റെ മീതെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കലക്കിയാൽ മതിയാവും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. റെസ്റ്റ് ചെയ്താൽ നമ്മളിതിൽ ഉപ്പിട്ടതല്ലേ, അപ്പോൾ ഈ കോളിഫ്ലവറിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ബാറ്ററിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയൊക്കെ ചൂടാക്കി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാം. ഏത് എണ്ണയിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഇത് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം ഒന്ന് ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കോട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഒന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ കോട്ടിങ്ങൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കോട്ടിങ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫ്ലോർ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, ചെറിയ ചീനച്ചട്ടിയിലാണ്. കുറച്ച് പരന്ന ഒരു പാനിലോ എന്തിലെങ്കിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുക, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കാരണമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരേ സമയം കുറച്ച് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ അവസാനം ആ വറുക്കുന്ന അതിൽ 2 പച്ചമുളകും പിന്നെ 1-2 ഉണക്കമുളക് ഓപ്ഷനിലാണ് കേട്ടോ. പച്ചമുളകും കുറച്ച് ഒരു പിടി കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ കൂടെ മൂപ്പിച്ചിട്ട് കോരിയെടുക്കുക. അപ്പോൾ ഇതാ കോളിഫ്ലവർ 65 റെഡി ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്